നമസ്തേ, ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാരുടെ തുലാമാസ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. വ്യാഴം 3, 4 ഭാവങ്ങളിലും ശനി 12 ഭാവത്തിലും രാഹു 11 ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. ഏഴര ശനിയുടെ കാലം കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത്. സ്ഥാനഭ്രംശം, കാര്യങ്ങൾ തടസ്സം, ബന്ധുക്കൾ മൂലമുണ്ടാകുന്ന ദുഃഖം, നാൽക്കാലികളിൽ നിന്ന് ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇവർക്ക് ദ്രവ്യ, ഭൂമി ലാഭം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ചിത്തക്ഷോഭം, ശത്രുക്കളിൽ നിന്ന് ദുരിതം അനുഭവിക്കാനും കേസ് എന്നിവയിൽ ചെന്ന് പെടാനും രോഗശമനത്തിനും സർവ്വകാര്യങ്ങൾക്കും അനുകൂലമായ ഒരു ഫലം കൂടി കാണുന്നു. ഏഴര ശനിയുടെ കാലമായതിനാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾക്ക് വേണ്ടതുണ്ട്. കൊടുക്കൽ വാങ്ങലുകൾ, കടക്കണിയിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കുക, വഞ്ചനയിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കുക. എന്നാൽ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട പൊതുഫലമാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. എന്നാൽ 23 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ളവരും ജനനശിഷ്ടം കണക്കാക്കി വേണം ഇത് കൃത്യമായി പ്രായം പറയുന്നത്. ഞാനിവിടെ ഏകദേശ കണക്കാണ് പറയുന്നത്. 39 വയസ്സ് മുതൽ 46 വയസ്സുകാർക്കും 46 വയസ്സ് മുതൽ 64 വയസ്സ് വരെയും 80 വയസ്സ് മുതൽ 99 വയസ്സ് വരെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ദശ അപകാര കാലങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഇപ്പോഴുള്ള ഗോചര ഫലത്താല് ഇവർക്ക് ഏഴര ശനിയുടെയും കാലക്കൂടിയാണ്. അതുകൊണ്ട് ഇവര് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാരുടെ ഒരു മാസ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള പ്രായക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടതാണ്.